network theory. So ആദ്യം തന്നെ we'll understand what is a network. What is a network? Network in a definition is very simple. Network is an interconnection of elements. Interconnection of elements. So what are elements? ഈ elements എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഐദർ we've called as resistor, inductor, capacitor. Resistor, inductor, capacitor. അല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് സോഴ്സസ്. സോഴ്സസ് എന്ന് പറയുന്നത് ജനറലി രണ്ട് കാറ്റഗറി ആക്കാം, വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ്. അപ്പോൾ ഈ എലമെൻറ്റ്സിനെ ഇൻ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ് ഇസ് എ നെറ്റ്വർക്ക്. എലമെൻറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ്, ഒന്നിൽ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, അല്ലെങ്കിൽ സോഴ്സസ് എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ്. നമുക്കൊരു എക്സാമ്പിൾ, ഐ ട്രൈ ടു ബിൽഡ് എ നെറ്റ്വർക്ക്. നമുക്കിവിടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വോൾട്ടേജ് സോഴ്സ് എടുത്ത് അതിൻ്റെ കൂടെ രണ്ട് റെസിസ്റ്റൻസസ്. ഓക്കെ, നൗ ഇനീഷ്യലി വാട്ട് ഐ ഡു ഇസ്, ഞാൻ ജസ്റ്റ് ഒരു വോൾട്ടേജ് സോഴ്സ്, രണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ നൗ വാട്ട് ഐ വിൽ ഡു ഹിയർ ഇസ്, ഇത് ജസ്റ്റ് എലമെൻറ്റ്സ് ആണ്. ലെറ്റ്സ് സേ ഇത് 7 വോൾട്ട്, ഇത് 5 ഓം, ഇത് 2 ഓം. സോ വി ഹാവ് 3 എലമെൻറ്റ്സ്. ദ മൊമെൻറ്റ് യു ഇൻ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ്, ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ് ഇസ് കോൾഡ് ആസ് എ നെറ്റ്വർക്ക്. കണ്ടോ, ഇത് ജോയിൻ ചെയ്തപ്പോൾ ദിസ് ഇസ് കോൾഡ് ആസ് എ നെറ്റ്വർക്ക്. സോ ദിസ് ഇസ് ക്ലിയർലി what we call as a network, interconnection of elements. Now ഈ ഒരു നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദൽ ബി, നമുക്കറിയാം ഒരു വോൾട്ടേജ് സോഴ്സ് റെസിസ്റ്റൻസസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രം ബേസിക്സ് വാട്ട് വി ഹവ് ലേൺ, വി നോ ദാറ്റ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ നെറ്റ്വർക്ക്. ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്താൽ കറണ്ട് ഫ്ലോ ചെയ്യും. വാട്ട് ഇസ് എ കറണ്ട് ഫ്ലോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഈസ് ഓൾവേസ് ഈക്വൽ ടു വി ബൈ ആർ. ഇത് നമ്മുടെ ബേസിക്സ് ആണ്. ദിസ് ഇസ് വെരി ബേസിക്, വി ബൈ ആർ. വാട്ട് ഇസ് എ വോൾട്ടേജ് സോഴ്സ് ഹിയർ? 7 വോൾട്ട്. റെസിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് 5 + 2 വിച്ച് ഇസ് 7 ഓം. 7/7 1 ആംപിയർ. അതായത് ഈ ഒരു നെറ്റ്വർക്കിൽ കൂടെ 1 ആംപിയർ കറണ്ട് വിൽ ഫ്ലോ. 1 ആംപിയർ, ലെറ്റ്സ് മാർക്ക് ദാറ്റ് 1 ആംപിയർ കറണ്ട്. ഈ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ വൺ മോർ റൂൾ ഹിയർ ഇസ്, whenever current passes through a resistor, there will be voltage drop across the resistor. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു across this resistor, there will be voltage drop. What is a voltage drop? V is equal to IR. ഇവിടെ നോക്കുമ്പോൾ V is equal to IR, basic formula. Voltage drop കണ്ടുപിടിക്കുന്നത് V is equal to IR. What is IR? 5 into I into R എന്ന് പറയുമ്പോൾ 1 into 5 which is equal to 5 volt. അപ്പോൾ പ്ലസ് മൈനസ് 5 വോൾട്ട്, 1 ആംപിയർ ആണ്. V is equal to IR, 1 into 2 പ്ലസ് മൈനസ് 2 വോൾട്ട്. ഇവിടെ ഒരു കാര്യം ഓക്കെ. സോ ദിസ് ഇസ് വാട്ട് ദ ബേസിക് നെറ്റ്വർക്ക് ഇസ്. നമുക്ക് ഇതിൽ വേറൊരു കാര്യം പറയാം. ദർ ഇസ് ഓൾസോ അനദർ വേ ഓഫ് ഡിഫൈനിങ് എ നെറ്റ്വർക്ക്. ലെറ്റ്സ് ഡിഫൈൻ എ നെറ്റ്വർക്ക് ഇൻ അനദർ വേ. ദാറ്റ് ഈസ്, നെറ്റ്വർക്കിൻ്റെ വേറൊരു ഡെഫിനേഷൻ ഇസ്, ഇൻ എ നെറ്റ്വർക്ക്, ഒരു നോട്ട് പോയിന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ എ നെറ്റ്വർക്ക് സം എലമെൻറ്റ്സ് വിൽ deliver energy and some elements will absorb energy. Some elements will deliver energy and some elements will absorb energy. ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ it is very evident that, ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം, what happens here is, ഈ 7 വോൾട്ട് is ഡെലിവറി എനർജി. ഈ റെസിസ്റ്റൻസസ് എന്താ ചെയ്യാന്നറിയോ? ഈ രണ്ട് റെസിസ്റ്റൻസ് എടുത്താലും both these resistances will absorb energy. ഈ 7 വോൾട്ട് ഡെലിവർ ചെയ്യും, ഈ റെസിസ്റ്റൻസ് അബ്സോർബ് ചെയ്യും. ഇതെങ്ങനെ അറിയാമെന്നറിയോ? അനദർ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഇസ്, എ വെരി ഈസി വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഇസ്, ആൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഹിയർ ഇസ്, ഇതിൽ കറണ്ട് 1 ആംപിയർ കണ്ടോ. കറണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നതെന്ന് വിൽ ജസ്റ്റ് മാർക്ക് ഹിയർ. ദിസ് ഇസ് ഹൗ ദ കറണ്ട് ഫ്ലോസ്. ഈ കറണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഹൗ ഇസ് ദ കറണ്ട് ഫ്ലോയിങ് ഹിയർ? കറണ്ട് ഇസ് ഫ്ലോയിങ് ഫ്രം പ്ലസ് ടു മൈനസ്. കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദ റെസിസ്റ്റർ ഫ്രം പ്ലസ് ടു മൈനസ്. A thumb rule here is, a very very important thumb rule here is, whenever current flows from plus to minus, the element will absorb energy. Whenever current flows from plus to minus, the element will absorb energy. നോക്ക്, ഇവിടെ നോക്ക്, കണ്ടോ, പ്ലസ് ടു മൈനസ്, കറണ്ട് ഇസ് ഫ്ലോയിങ് ഫ്രം പ്ലസ് ടു മൈനസ്. സോ ദാറ്റ് മീൻസ് ബോത്ത് ഓഫ് ദീസ് ആർ അബ്സോർബിങ്. ഇതിൽ നോക്ക്, ഇങ്ങനെ കറണ്ട് വന്നു, ഇങ്ങനെ 1 ആംപിയർ ഫ്ലോ ചെയ്യുന്നത്. ഇത് നോക്ക്, കറണ്ട് ഇസ് ഫ്ലോയിങ് ഫ്രം മൈനസ് ടു പ്ലസ്. അല്ലെങ്കിൽ അനദർ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, കണ്ടോ, കറണ്ട് ഇസ് ഫ്ലോയിങ് ഫ്രം മൈനസ് ടു പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡെലിവർ ചെയ്യുന്നു. ഇത് കണ്ടോ, മൈനസ് ടു പ്ലസ്. അതല്ലെങ്കിൽ if current is flowing out from the positive terminal നിന്നും ഫ്ലോ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, this element will always deliver energy. That means 2 thumb rules here. രണ്ട് നോട്ട് പോയിന്റ്, current whenever it flows from plus to minus, it will always absorb energy.
കറണ്ട് ഫ്ലോയിങ് ഔട്ട് ഫ്രം ദി പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പുറത്തോട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഡെലിവറിങ് എനർജി. സോ ചില എലമെൻറ്റ്സ് ഡെലിവറി ചെയ്യും എനർജി, ചില എലമെൻറ്റ്സ് അബ്സോർബ് ചെയ്യും. അതെങ്ങനെ മനസ്സിലാവുക? ഡെലിവറി ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഫ്ലോസ് ഔട്ട് ഫ്രം പോസിറ്റീവ് ടെർമിനൽ. ഈ അബ്സോർബ് ചെയ്യുകയാണെങ്കിലോ കറണ്ട് എങ്ങനെ പോവുക? വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം പ്ലസ് ടു മൈനസ്. ഇങ്ങനെ ഓർത്താൽ മതി. അതുകൊണ്ട് തന്നെ ഒരു റെസിസ്റ്റർ എപ്പോഴും അബ്സോർബ് ചെയ്യുക. തമ്പ് റൂൾ ഹിയർ, അഗൈൻ വൺ മോർ റൂൾ ഹിയർ ഇസ് റെസിസ്റ്റർ വിൽ ഓൾവേസ് അബ്സോർബ് എനർജി. സോ ഇൻ എ റെസിസ്റ്റർ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ഓർക്കുക, ഇൻ എ റെസിസ്റ്റർ കറണ്ട് വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം പ്ലസ് ടു മൈനസ്. നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് 3 നോട്ടായി. Whenever an element is delivering energy, current flows out from positive. Absorb ചെയ്യണമെങ്കിൽ current flows from plus to minus. Note point number 3 is in a resistor എന്താ പോയിന്റ്? current always flows from positive to negative. Current will always flow from positive to negative. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇൻ എ റെസിസ്റ്റർ കറണ്ട് വിൽ ഓൾവേസ് ഫ്ലോ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഈ 3 പോയിന്റുകളും. അപ്പോൾ നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലായി? ഇന്റർ കണക്ഷൻ ഓഫ് എലമെന്റ്സ്. ഇൻ എ നെറ്റ്വർക്ക് സം എലമെന്റ്സ് വിൽ ഡെലിവർ, സം എലമെന്റ്സ് വിൽ അബ്സോർബ്. റെസിസ്റ്റർ എപ്പോഴും അബ്സോർബ് ചെയ്യുക, അതുകൊണ്ട് കറണ്ട് എപ്പോഴും റെസിസ്റ്ററിൽ പ്ലസ് ടു മൈനസ് ഫ്ലോ ചെയ്യും. ഹൗ ഡു യു ചെക്ക് ഇഫ് ഇറ്റ് ഓൾ എലമെന്റ് ഇസ് ഡെലിവറിങ് എനർജി? കറണ്ട് വിൽ ഓൾവേസ് ഫ്ലോ ഔട്ട് ഫ്രം ദി പോസിറ്റീവ് ടെർമിനൽ. ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് ഇനി വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് എലമെന്റ്സ്. ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പല എലമെൻറ്റ്സ് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത് 2 ടൈപ്പ് പറഞ്ഞു. ഒന്ന്, ഈ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 2 ടൈപ്പ് പറഞ്ഞു. ചില എലമെൻറ്റ്സ് എന്താ പറഞ്ഞത്? ദിസ് മോസ്റ്റ് ലൈക്ലി സം എലമെൻറ്റ്സ് വിൽ അബ്സോർബ് എനർജി, സം എലമെൻറ്റ്സ് വിൽ ഡെലിവർ എനർജി. ഇതിനെ ഇവിടെയും ഒരു ചെറിയ പോയിന്റ് പറഞ്ഞുതരാം. ഈ ചില എലമെൻറ്റ്സ് അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഇത് മോസ്റ്റ്ലി ഇത് ശരിക്കും പറഞ്ഞാൽ അബ്സോർബ് നെറ്റ് എനർജി എന്നാണ് ഇതിൻ്റെ ആക്ച്വൽ വേർഡിങ്. സോ ഐ യൂസ് ദാറ്റ് വേർഡ്. The elements which absorb net energy, these are called as passive elements. And those elements which deliver energy, they are called as active elements. Idine we call it as active elements. Appo elements which absorb net energy, they are called as passive elements, but deliver ചെയ്യുന്നതിന് active elements പറയും. ഈ passive elements നമുക്ക് പഠിക്കാനുള്ള passive elements is resistor, inductor, capacitor. ആക്റ്റീവ് എലമെൻറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു സോഴ്സസ് ആണ്. അത് ഏതൊക്കെയാണ് സോഴ്സസ്? വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും. സോ ഇനീഷ്യൽ ഡിസ്കഷൻ ഇസ് ഓൾ അബൌട്ട്, നമ്മൾ ഇനി ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നത്, നെക്സ്റ്റ് ഡിസ്കഷൻ ഇസ് ഓൾ അബൌട്ട് ദീസ് 5 പോയിന്റ്സ്. റെസിസ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യും, ഇൻഡക്ടറിനെ പറ്റി ഡിസ്കസ് ചെയ്യും, കപ്പാസിറ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യും, വോൾട്ടേജ് സോഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും, കറണ്ട് സോഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ദ നെക്സ്റ്റ് ഡിസ്കഷൻ ഇസ് ഡിവൈഡഡ് ഇൻടു 5 പാർട്സ്: റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ്. സോ ഓരോന്നായിട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വിൽ കം ബാക്ക് ടു ദിസ് റെസിസ്റ്റർ. അതിന് മുന്നേ ഇതാണ് ജനറലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്ക്. അതിന് മുന്നേ വാട്ട് ഇസ് ഇത് എലമെൻറ്റ് നെറ്റ്വർക്ക് എന്താണെന്ന് പഠിച്ചു. ഇന്റർ കണക്ഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. എലമെൻറ്റ്സ് ഈ 5 എണ്ണം നമുക്ക് പഠിക്കണം. അത് കൂടാതെ നൗ വി ഓൾസോ അണ്ടർസ്റ്റുഡ് നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നെക്സ്റ്റ് വി ക്യാൻ ഓൾസോ ഡിസ്കസ് വൺ സ്മോൾ ടോപ്പിക് കോൾഡ് ആസ് പാരാമീറ്റേഴ്സ് ഓഫ് എ നെറ്റ്വർക്ക്. Parameters of a network means എന്ന് പറയുന്നത് is nothing but നമ്മളൊരു നെറ്റ്വർക്ക് എടുത്താൽ ഇങ്ങനെ ഇൻ്റർകണക്ട് ചെയ്ത് ഇഫ് യു ബിൽഡ് എ നെറ്റ്വർക്ക്, വാട്ട് ആർ ദ പോയിന്റ്സ് യു മൈറ്റ് ഹാവ് ടു ലുക്ക് ഇൻ എ നെറ്റ്വർക്ക്. നമ്മൾ നെറ്റ്വർക്കിൽ നോട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിൽ what is it that you are required to find out, അല്ലെങ്കിൽ what is it that you have to observe in a network. അതിനെ I can divide into 5 പാരാമീറ്ററേ ഉള്ളൂ. You have 5 parameters to observe in a network. That is, first is charge. Charge is what is current is flow of electrons എന്ന് പറയും. So what is the charge of an electron? Charge of an electron എന്ന് പറയുന്നത്, in fact, what is that parameter? That is just a value. What is charge of an electron? Charge of an electron is equal to 1.6 into 10 to the power of minus 19 coulomb. ഇതാണ് charge of an electron. That is charge. Now what is, whenever electron flows, flow of electron is nothing but current. Second parameter is you might have to find out the current in a network.
And what is current given by? Current is given by dq by dt. It is a rate of flow of electrons. Electrons are in the charge. I is equal to dq by dt. Now, whenever current flows through an element or a resistor specifically or any element, there will be voltage drop across the element. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സേ അക്രോസ് എൻ എലമെൻറ്റ് there will be voltage drop. Voltage drop is across an element. For example, ഈ രണ്ട് പോയിന്റുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ let's say this is A, this is B. Voltage drop is across this, which is given by VAB. Voltage drop across the element. So this is the third parameter. Fourth parameter എന്ന് പറയുന്നത് is nothing but power. Power ആണ് നാലാമത്തെ point. What is power? Power P is equal to dE by dt. Power എന്ന് പറയുന്നത് rate of change of dE by dt, where E is nothing but the electrical energy. അത് തന്നെ this E is nothing but energy, which is nothing but work done എന്ന് എഴുതാം. അപ്പോൾ dE by dt എനിക്ക് dW by dt എന്ന് എഴുതാം. ഇതിന് another way of writing it is dW by dq into dq by dt എന്ന് എഴുതാം. dW by dq into dq by dt. Now another way of looking at voltage is work done per unit charge. ഇത് ഒരു definition of an voltage ആണ്. Work done per unit charge is nothing but voltage. dq by dt എന്ന് പറയുന്നത് rate of flow of electrons or rate of flow of charge, which is nothing but current. Work done per unit charge is nothing but voltage, another way of defining voltage. So this is also given by V into I. So electrical power has a very specific formula, which is V into I. ഇത് എന്തായാലും ഓർത്തിരിക്കണം കേട്ടോ. Electrical power has a very unique formula, which is V into I. Whenever if you are writing it as time varying power, you can always write as V of t into I of t. ഇങ്ങനെയും എഴുതാം. So this is the fourth parameter that we have to learn. Now moving on to the fifth parameter. അഞ്ചാമത്തെ last parameter. I told you 5 parameters. Last parameter is nothing but electrical energy. Electrical energy is given by E is equal to integral of P dt. പവറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ E is equal to integral of P dt. This is electrical energy. Electrical energy is nothing but E is equal to integral of P dt. ഇതാണ് electrical energy. So these are the 5 parameters that I have told you. What are the 5 parameters? Charge, current, voltage, power, as well as electrical energy. So we've understood what is a network. Networkil observe ചെയ്യേണ്ട 5 parameters പഠിച്ചു. Now I have told you a network is built from these 5 elements: resistor, inductor, capacitor, voltage source and current source. So we'll now specifically deal with each element. അതായത് first let's take up a resistor. നമുക്ക് resistor എടുത്തിട്ട് ആദ്യം നമുക്ക് പഠിക്കാം. Then inductor and then capacitor. അപ്പോൾ ആദ്യം തന്നെ we'll take up a resistor. Okay. നമുക്ക് resistor. Look, let me try to build a resistor, or let me try to okay, what is resistor? Whenever current flows through a conductor, it will offer some resistance. Okay. Let's say the length is L. Okay, length L, it will offer some resistance. Now what is the resistance of this particular conductor given by? Resistance of this conductor is given by R is equal to rho L by A. Rho എന്ന് പറയുന്നത് conductivity, where what is rho? Sorry, rho is called as, for any conductor, whenever current flows through that, it will offer some resistance. അതാണ് basic rule. Whenever current flows through a conductor, it will offer some resistance. What is resistance? Resistance is given by rho L by A. ഈ rho L A എന്നൊക്കെ പറയുന്നത് ഈ കണ്ടക്ടറിൻ്റെ കോൺസ്റ്റൻസ് ആണ്. റോ എന്ന് പറയുന്നത് is called as the resistivity. L is called as the length of the conductor. കണ്ടോ, L മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത് A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. A is nothing but area of cross section. This is A. So this is the formula for resistance of any conductor. Okay. Now what are some points that you have to remember with respect to resistance? Resistance temperature dependent. How is it dependent? Temperature increase ചെയ്ത് കഴിഞ്ഞാൽ resistance will also increase. This is the rule here. Temperature increase ചെയ്ത് കഴിഞ്ഞാൽ resistance will also increase. Now what is it? Let's say what is the resistance at T2 temperature? Now if you know that resistance at T1 temperature, it is RT1 into 1 plus alpha delta T, where delta T is nothing but the difference of temperature, T2 minus T1. T2 minus T1. RT2 is equal to RT1 into 1 plus alpha delta T. Now what is alpha?
alpha is given as, alpha is the temperature coefficient of resistance. Alpha is the temperature coefficient of resistance. Alpha is the temperature coefficient of resistance. So this is the temperature variation. So I've discussed the formula for resistance. I've also discussed what is the variation of resistance with respect to temperature. Ini we'll try to understand some resistance variation rules. A resistance vary we'll try to understand. For that, let me take up a sample or network we'll take up. We'll build a sample network. Let's say this is a voltage source Vs. We have two resistances varied. R. Let's say there's a variable resistance which is a voltage source or Vs, resistance is a source resistance. Vs voltage source and series at connect resistance. Generally we call it as source resistance. And we have either AB. Okay, either AB. This is the variable resistor. Now what is that? Let's say we vary this variable resistance from 0 to infinity. 0 to infinity variable resistance vary across these terminals A and B. Now understand, this is a very important point. This resistance vary. Let's say initially this resistance is 0, then the resistance is infinity. Now when you vary it from 0 to infinity, 0 we call this as resistance is 0 means this is called as short circuit. Resistance 0 we call it as short circuit. Resistance infinity we call this as open circuit. Whenever resistance, variable resistance, let's say 0 we call this as short circuit. Let's say this variable resistance is infinity means we call that as open circuit. 0 short circuit, infinity we'll call that as, just a second, we call this as open circuit. Okay. So let's try to understand some rules with respect to short circuit and open circuit. Okay. Let's keep it as short. Short circuit rules with respect to short circuit we'll try to understand. Now, how do you represent a short circuit? That means, what is it that, let's say the resistance is 0 let's say this resistance is 0. What will happen here? This is how I mark this as 0 resistance. This is Vs, this is Rs, this is 0 resistance. This is what is called as, between that A and B. What is this RAB? RAB is equal to 0. This is a very point. When the resistance happen to be 0, what is voltage? Voltage across AB and V is equal to I into R. Rule V is equal to I into R. V is equal to I into R. Resistance is 0, voltage is also 0. So there are a couple of points here. The most important point is voltage across a short circuit is always 0. Short circuit across a resistance is 0, voltage is 0. How can you apply this point? This point apply I'll give you an example. Look, this is an application. Application is, look at this. Let's say I have a circuit like this. And I am giving you a very important application of short circuit. That is, I have some branches like this. And finally, towards the end, I have a short circuit. Here I have a short circuit. Let's say this is some 2 ampere, this is some 2 ohm, here a 5 ohm, either 3 ohm, either short circuit. Now what happens here is, this 2 ampere current flowing in. Okay, this 2 ampere current flowing, this is 2 ampere current flowing. Now this is 2 ampere. Okay. What will happen here is, once current reaches this particular node, current has 3 options. It can either flow through this 5 ampere, 3 ampere or this short circuit. Current in 3 options under 5 ampere, 3 ampere, short circuit. The point is, short circuit offers the least resistance. This short circuit offers 0 resistance. Now, this short circuit and the 0 resistance offer. Current will always take a path with 0 resistance. 0 resistance path current choose. Now, this entire current it will always flow through this short circuit. Whenever you have a short circuit and any resistance is in parallel,
പാരലൽ ഉണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസസ് ആർ റിഡൻഡൻറ്റ്. ഈ റെസിസ്റ്റൻസിൽ കൂടെ കറണ്ട് ഒരിക്കലും ഫ്ലോ ഇല്ല. കറണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് എപ്പോഴും ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത്. ഫോർ ദാറ്റ് റീസൺ കറണ്ട് വിൽ ഓൾവേസ് ഫ്ലോ ത്രൂ ദിസ് ഷോർട്ട് സർക്യൂട്ട് പാത്ത്. അതുകൊണ്ട് ദീസ് റെസിസ്റ്റൻസസ് ആർ റിഡൻഡൻറ്റ്. അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട് പോയിന്റ് ഹിയർ ഇസ് റെസിസ്റ്റൻസസ് പാരലൽ ടു ഷോർട്ട് സർക്യൂട്ട് ആർ റിഡൻഡൻറ്റ്. നോട്ട് എന്താണ് ഇവിടെ? നോട്ടസ് റെസിസ്റ്റൻസസ് പാരലൽ ടു ഷോർട്ട് സർക്യൂട്ട് ആർ റിഡൻഡൻറ്റ്. റിഡൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാം. ആർ റിഡൻഡൻറ്റ്. അതായത് ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസസ് റിമൂവ് ചെയ്തിട്ട് യു ക്യാൻ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ഇത് കണ്ടോ? ഈ രണ്ട് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഷോർട്ട് സർക്യൂട്ട് മാത്രം കണ്ടോ? ഇത് 2 ആംപിയർ, ഇത് 2 ഓം, ഇങ്ങനെ മാത്രമായിട്ടൊരു സർക്യൂട്ട് വരക്കാം. സോ ഓൾവേസ് റിമെമ്പർ ദിസ് പോയിന്റ് ദാറ്റ് റെസിസ്റ്റൻസസ് പാരലൽ ടു ഷോർട്ട് സർക്യൂട്ട് ആർ റിഡൻഡൻറ്റ്. ദിസ് ഇസ് വൺ പോയിന്റ്. Now with respect to similar point we will also discuss with respect to ഇതൊക്കെ I'll come back whenever solving problems we'll come back to these points. ഇനി ഇതേപോലെ തന്നെ we'll discuss some points with respect to open circuit. ഓപ്പൺ സർക്യൂട്ടിന് റെലവൻ്റ് ആയിട്ട് some points we'll try to discuss. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് look at this. Now the moment I keep that variable resistance to be infinity, how do I draw that network? Okay. This is how I keep that variable resistance to be infinity. Infinity ആകുമ്പോൾ then what happens here is ഇത് കണ്ടോ? ഇത് A, ഇത് B. So effectively this RAB is equal to infinity. Infinity ആകുമ്പോൾ RAB infinity ആകുമ്പോൾ what will happen to this current എന്ത് ചെയ്യും? Current will not flow through this network. ഇത് VS, ഇത് RS. Current flowing will be equal to I will be equal to 0. Now what will happen to this thing? അപ്പോൾ വോൾട്ടേജ് എന്താ പറ്റുക? കറണ്ട് ഫ്ലോ ചെയ്യില്ലെങ്കിൽ whatever ഇത് കണ്ടോ? ഇതിൻ്റെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. സോ വാട്ട് ഇസ് ദിസ് VAB എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. നൗ കറണ്ട് ഫ്ലോ ചെയ്യാത്തതുകൊണ്ട് കറണ്ട് വിൽ നോട്ട് ഫ്ലോ ബിക്കോസ് ഓപ്പൺ ആയതുകൊണ്ട് കറണ്ട് നീഡ്സ് എ ക്ലോസ് പാത്ത് ടു ഫ്ലോ. കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ അത് വോൾട്ടേജ് അക്രോസ് ദിസ് ഇതിൻ്റെ അക്രോസ് ഒരു റെസിസ്റ്റൻസ് ഈ RSൻ്റെ അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പും ഇല്ല. കാര്യം കറണ്ട് 0 ആയതുകൊണ്ട് V is equal to I into R. I 0 ആയതുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. സോ ദിസ് എൻറ്റയർ വോൾട്ടേജ് ഡ്രോപ്പ് ഈ VS ഈ രണ്ട് ടെർമിനൽസിൻ്റെ അക്രോസ് തന്നെ വരും. കണ്ടോ? എന്താ പറഞ്ഞത്? വാട്ട് ഡു ഐ ടെൽ യു? ദാറ്റ് കറണ്ട് ബിക്കോസ് കറണ്ട് ഇസ് 0 the voltage drop across this resistance will become equal to 0 volt. V is equal to IR ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൻറ്റയർ VS ഈ രണ്ട് ടെർമിനൽസിൻ്റെ അക്രോസ് വരും. സോ VAB is equal to VS. Now that means the note here is whenever you have open circuit, ഈ voltage, whatever the voltage here, that will be dropping entirely across the open circuit. Open circuitൻ്റെ across തന്നെ entire ആയിട്ട് the voltage will drop across the open circuit. So this is one point. Okay. Now and one more point here is with RAB infinity, current through open circuit is always equal to 0. Open circuit ആണെങ്കിൽ current ഒരിക്കലും flow ഇല്ല. Okay. So these are some points with respect to open circuit. Now ബാക്കി ഏതൊരു റെസിസ്റ്റർ നേരത്തെ റെസിസ്റ്റർ ഡിസ്കസ് ചെയ്തതിൻ്റെ പോയിന്റ് വേറൊരു ചെറിയൊരു പോയിന്റ് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഓംസ് ലോ എന്നുള്ളത് ഐ ഹാവ് ഡിസ്കസ് ദിസ്. വെൻ എവർ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ there will or current flows through a resistor. ഇത് resistor ആണെങ്കിൽ there will be voltage drop across the resistor and that voltage drop is given by V is equal to IR. Whenever current flows through a resistor there will be voltage drop across the resistor which is given by V is equal to IR provided temperature is a constant. Temperature constant. T എന്ന് പറയുന്നത് temperature constant. This is called as ഇതിനെന്താ പറയുന്നത്? This is called as Ohm's law. So these are some points which we had to discuss with respect to resistor. Resistorൻ്റെ basic formula പറഞ്ഞു തന്നു. R is equal to rho L by A. ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ പറഞ്ഞു തന്നു. ഓപ്പൺ ഷോർട്ട് സർക്യൂട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? റെസിസ്റ്റൻസ് 0, വോൾട്ടേജ് അക്രോസ് അറ്റ് 0. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ടു ഷോർട്ട് സർക്യൂട്ട് ആർ റിഡൻഡൻറ്റ് പറഞ്ഞു തന്നു. ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല എന്ന് ഓർക്കുക. V is equal to IR ആണ് ഓംസ് ലോ. ഓക്കെ. സോ റെസിസ്റ്റർ ഫസ്റ്റ് എലമെൻറ്റ് കഴിഞ്ഞു. ഐ ടോൾഡ് യു 5 elements 5 എണ്ണം. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്. അതിൽ റെസിസ്റ്റർ കഴിഞ്ഞു. നൗ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് കപ്പാസിറ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് കപ്പാസിറ്റർ. വാട്ട് ഇസ് എ കപ്പാസിറ്റർ? കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇസ് എ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് 2 conductors. 2 കണ്ടക്ടർ എടുക്കുക. ഓക്കെ. ഇങ്ങനെ let's say for example you take 2 conductors like this. It's a special arrangement of conductors which has the ability, ഇപ്പോൾ ഇതിലൊരു പ്ലസ് ക്യൂ ഉണ്ടെങ്കിൽ ഇതിലൊരു മൈനസ് ക്യൂ ഉണ്ട്. ആൻഡ് ദീസ് ആർ 2 conductors. It
is a special arrangement of conductors which has the ability to confine electric field to the space within it. അതായത് ഈ ഒരു സ്പേസ് കാണുന്നില്ലേ, ഈ ഒരു സ്പേസ് കാണുന്നില്ലേ, ഇതിൻ്റെ ഇടയിലുള്ളൊരു സ്പേസ്, ഈ ഇടയിലുള്ള സ്പേസിൽ കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ഫീൽഡ് കൺഫൈൻ ആവും. പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഈ രണ്ട് പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ മാത്രം ദ ഇലക്ട്രിക് ഫീൽഡ് ഇസ് കൺഫൈൻഡ് ടു ദ സ്പേസ് വിത്തിൻ. This is called as a capacitor. This is called as a capacitor. Now, what happens when I told you, this charge ഒരു പ്ലേറ്റിൽ പ്ലസ് ക്യൂ ആണെങ്കിൽ മറ്റേ പ്ലേറ്റിൽ മൈനസ് ക്യൂ ആയിരിക്കും. Now, this is how you ideally connect a capacitor. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. That is, you give ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഇത് let's say V. Now, what will happen? I just told you, ഇതൊരു ഒരു പ്ലേറ്റിൽ പ്ലസ് ക്യൂ ആണെങ്കിൽ മറ്റേ പ്ലേറ്റിൽ മൈനസ് ക്യൂ. Now, this charge is directly proportional to, ഒരു capacitor, this charge across the plates is directly proportional to the voltage. So, I can say that Q is directly proportional to V. The charge is directly proportional to the applied voltage. ഇതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതണമെങ്കിൽ Q is equal to CV എന്ന് എഴുതാം. Q is equal to CV എന്ന് എഴുതാം. This is formula number 1. കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതണമെങ്കിൽ this C is a constant and this C is called as a capacitance. C is called as the capacitance. So Q is equal to CV. ഇതാണ് ബേസിക് ഫോർമുല. Now I will Q is equal to CV. ഇത് ഫസ്റ്റ് ഫോർമുല. ഇനി ഇതുപോലെ തന്നെ, ആൻഡ് വാട്ട് ഇസ് ഫോർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഇത് Q is equal to CV. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്താലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഈ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ദിസ് C is given by, ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ട്, C is given by epsilon A by D, where epsilon is called as the permittivity. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ ഒരു പ്ലേറ്റിന് ഒരു ഏരിയ ഉണ്ടാവില്ലേ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഏരിയ. ഈ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ്, ഇതിൻ്റെ ഇടയിലൊരു ഡിസ്റ്റൻസ് ഇല്ലേ, ആ ഡിസ്റ്റൻസ് ഇഫ് ഐ മാർക്ക് ഇറ്റ് ആസ് ഡി, ദാറ്റ് ഈസ് ഡി. ഡി ഈസ് ദ ഡിസ്റ്റൻസ്. എ എന്ന് പറയുന്നത് ഏരിയ, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എപ്സിലോൺ എ ബൈ ഡി ആണ്. സോ Q is equal to CV is the formula, first formula that you have to remember. Second formula is, ഇതിനെ I is equal to dq by dt അല്ലേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പാരാമീറ്റേഴ്സ് ഓഫ് എ നെറ്റ്വർക്കിൽ. ഇത് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ഐ ഡിഫറൻഷ്യേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്, dq by dt എന്ന് പറയുന്നത് C കോൺസ്റ്റൻ്റ് ആണ്, C into dv by dt എന്ന് വരും. So the second formula that you have here is with respect to a capacitor, very important formulas. I is equal to C into dv by dt. The second formula, second important formula. In the third formula, ഇവിടെ 4 ഫോർമുലാസ് നമുക്ക് പഠിക്കാനുണ്ട്. തേർഡ് ഇസ് വാട്ട് ഇസ് വി. വി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിന് ഓപ്പോസിറ്റ് എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ആസ് 1/c ഇൻറ്റഗ്രൽ ഓഫ് ഐ ഡി ടി. സോ I is equal to C into dv by dt, V is equal to 1/c into integral of I dt. ഇനി ഫോർത്ത് ഫോർമുല ഇസ്, വാട്ട് വാസ് എ ഫോർമുല ഫോർ എനർജി. എനർജിയുടെ ഫോർമുല നമ്മൾ ആദ്യം നെറ്റ്വർക്ക് എലമെൻറ്റ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ we've discussed that the formula for energy is nothing but integral of P dt അല്ലേ. P എന്ന് പറയുന്നത് V into I dt ആണ്. സോ വാട്ട് ഈസ് V? V എന്നുള്ളത് V ആയിട്ട് തന്നെ എഴുതാം. I എന്നുള്ളത് എന്താ, I is equal to C into dv by dt എന്ന് വരും അല്ലേ. ഐന് പകരം ഞാൻ C into dv by dt, അതിൻ്റെ കൂടെ ഒരു ഡി ടി എന്ന് വന്നു. ഈ ഡി ടി ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആസ് ഇൻറ്റഗ്രൽ ഓഫ് സി വി ഡി വി എന്ന് വരും. സി വി ഡി വി എന്ന് വരും. അപ്പോൾ ഈ സി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വി ഡി വി എന്നുള്ളത് വീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ബൈ 2 ആണ്. വീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ബൈ 2 ആണ്. സോ ദി എനർജി ഇസ് ഗിവൺ ബൈ, ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഹാഫ് സി വി സ്ക്വയർ. So energy or the energy stored in a capacitor എന്ന് പറയും. What is the energy stored in a capacitor? It is given by half CV square. So we have 4 formulas here. First is Q is equal to CV. Second is I is a capacitor pertaining to capacitor. Q is equal to CV, where C is a capacitance. Or parallel plate capacitor ആണ് formula is epsilon A by D. I is equal to C into dV by dt. V is equal to 1/c integral of I dt. Energy stored in a capacitor എന്ന് പറയുന്നത് ഹാഫ് സി വി സ്ക്വയർ. സോ ദീസ് ആർ സം ഫോർമുലാസ് പെർട്ടൈനിങ് ടു എ കപ്പാസിറ്റർ. സോ റെസിസ്റ്റർ കഴിഞ്ഞു, കപ്പാസിറ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ആൻ ഇൻഡക്ടർ. നമുക്ക് നെക്സ്റ്റ് വിൽ ഡിസ്കസ് അബൌട്ട് ആൻ ഇൻഡക്ടർ. സോ അഗൈൻ ഇൻഡക്ടർ, വാട്ട് ഇസ് എൻ ഇൻഡക്ടർ? ഇൻഡക്ടർ ഇസ് ഓൾസോ എ കണ്ടക്ടർ വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ കോയിൽ. കണ്ടോ, ഒരു കോയിലിൻ്റെ ഫോമിൽ വൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് കണ്ടക്ടർ ഇസ് കോൾഡ് ആസ് ആൻ ഇൻഡക്ടർ.
Now, the rule here is, what is inductor? Inductor is a conductor wound in the form of a coil. ഒരു കോയിലിൻ്റെ ഫോമിൽ wound ചെയ്യുന്ന കണ്ടക്ടറാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. Now, what is the rule here? Look, let's say whenever current flows through an inductor, or whenever a current flows through an inductor, or whenever in fact a current flows through a current carrying element, there will be magnetic field around it. There will be magnetic field around it. But inductor speciality ഉണ്ട്. This magnetic field will be confined to this space. കണ്ടോ, ഈ കോയിലിൻ്റെ ഇടയിലുള്ള സ്പേസ് ഇല്ലേ, അതിലോട്ട് magnetic field is confined. So inductor is nothing but, inductor is a coil wound in the form of, inductor is nothing but a conductor wound in the form of a coil which has the ability to confine magnetic field. Which has the ability to confine magnetic field. Magnetic field നെ ഇതിൻ്റെ ഇടയിലെ ഈ സ്പേസിലോട്ട് കൺഫൈൻ ചെയ്യാൻ പറ്റും. That is nothing but an inductor. Okay. Now, what are the formulas with respect to an inductor? ഞാൻ പറഞ്ഞു. എന്താ ഫസ്റ്റ് പോയിന്റ്, ഇവിടെയും ഓൾമോസ്റ്റ് ഒരു 4 പോയിന്റ്സ് ഉണ്ട്, കണ്ടക്ടറിനെ പോലെ തന്നെ സിമിലർ ആയിട്ട്. Now, what did I tell you? So, whenever a current flows through a conductor, there will be some magnetic field or magnetic flux. Then another point is magnetic field is measured in terms of flux. So, current flow ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു magnetic flux ഉണ്ട്. That flux, magnetic flux is always proportional to the current. Yes, current കൂടിയാൽ flux കൂടും. So, 5 is proportional to I. Now, if I write a proportionality constant here, so the first formula that I will have here is, ഇതിനൊരു proportionality constant in terms എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, the first formula that I will have is phi is equal to L into I. Phi is equal to L into I. This L is called as the inductance. L is called as the inductance. ഈ L എന്താണ്? Inductance. Okay. This is the first formula. Second, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലുക്ക്, വി ഹാവ് വൺ മോർ ഫോർമുല, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ എന്താ പറയുന്നത് വെച്ചാൽ, വോൾട്ടേജ് an EMF is induced which is directly proportional to the rate of change of magnetic flux. അതായത് V is equal to d phi by dt. This is what is Faraday's law. Faraday's law പറയുന്നത് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് EMF is always rate of change of magnetic flux. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് d phi by dt ചെയ്യുകയാണെങ്കിൽ ഇവിടെ L ഉണ്ട്, കോൺസ്റ്റൻറ്റ് di by dt. So the second important formula that we have with respect to an inductor is V is equal to L into di by dt. V is equal to L into di by dt. This is the second important formula that I have. Third formula. ഇനി ഇതിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കുകയാണെങ്കിലോ, കറണ്ട് അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. I is equal to 1 by L integral of V dt. ഇതൊന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I is equal to 1 by L into integral of V dt. This is the third formula. Fourth formula എന്താ? എനർജി. എനർജി is nothing but integral of P dt. അല്ലേ? integral of P dt. P എന്ന് പറയുന്നത് എന്താ? വി ഐ ഡി ടി. ഈ വി എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഡെറൈവ് ചെയ്തു, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇത് വിന്ന്, ഇത് വി ഐ. ഇനി ബാക്കി എന്താ ഉള്ളത്? ഐ ഡി ടി. ഈ ഡി ടി ക്യാൻസലായി. സോ ഐ ഗെറ്റ് ഇറ്റ് ആസ് ഡി ടി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എൽ ഐ ഡി ഐ. എൽ ഐ ഡി ഐ. ഈ എൽ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഐ ഡി ഐ എന്ന് പറയുന്ന ഐന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത I square by 2 ആണ്. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നെ I square by 2 ആണ്. സോ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഇസ് ഗിവൺ ബൈ ഹാഫ് എൽ ഐ സ്ക്വയർ. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഇസ് ഗിവൺ ബൈ ഹാഫ് എൽ ഐ സ്ക്വയർ. നേരത്തെ കപ്പാസിറ്ററിന് 4 ഫോർമുലാസ് പഠിച്ച പോലെ തന്നെ ഇൻഡക്ടറിന് 4 ഫോർമുലാസ് ഉണ്ട്. ഫസ്റ്റ് ഫൈ ഈസ് ഈക്വൽ ടു എൽ ഐ, വി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. തേർഡ് ഐ ഈസ് ഈക്വൽ ടു 1 by L integral of V dt. E is equal to half L I square. So we have nearly 4 formulas for an inductor as well. Okay, so these are the four formulas with respect to an inductor. Okay. ഇനി നമ്മൾ പഠിച്ച ബേസിക്സിൽ നിന്നും, that is especially regarding the inductor and capacitor, how questions can be framed. We will try to understand that. For example, ഈ ഒരു ക്വസ്റ്റ്യനിൽ what is asked, find charge acquired in 0 to 5 microseconds. ഒരു കപ്പാസിറ്റർ എന്നുണ്ട്, കപ്പാസിറ്ററിലൂടെ current flowing is I of t. I of tയുടെ ഗ്രാഫ് is already mentioned here, and you've been asked to find out what is the charge acquired. ചാർജിൻ്റെ ഫോർമുല എന്താ? ചാർജ് നമുക്ക് കറണ്ടിൻ്റെ ഫോർമുല അറിയാം. when you actually solving for this, you know the formula for current. current എന്ന് പറയുന്നത് is given by I is equal to dq by dt. so what is q? q is equal to integral of I dt അല്ലെങ്കിൽ integral of I of t dt. I of t dt. So q is equal to integral of I of t dt. ഒരു simple rule I'll tell you, that is, ഇത് integration ആണ്. Integration graphically you can evaluate integration. Integration is graphically nothing but area under the curve. Area under the curve നെയാണ് integration എന്ന് പറയുന്നത്. So
ഇൻഫാക്ട് ക്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഐ ഡി ടി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഈ കറണ്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ചാർജ്. സോ വാട്ട് ഇസ് ചാർജ്? ഗ്രാഫിക്കലി ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഏരിയ അണ്ടർ ദ കർവ്. അതായത് ഈ ഐ എഫ് ടി ഗ്രാഫിൻ്റെ അടിയിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഐ എഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടൈം, you just have to find out the area. So we'll just try to copy this and we'll try to find out the area. Area കണ്ടുപിടിച്ചാൽ it is nothing but the charge. So look at this. നോക്ക്, ഇതിൻ്റെ ഇടയിൽ whenever you're trying to find out the area, we'll divide it into 3 parts. 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. First is this triangle. This is part 1. That is nothing but the triangle. Second is this particular strip. ഈ ഒരു സ്ട്രിപ്പ് കണ്ടോ നിങ്ങൾ? This strip is nothing but a trapezium. So this is a second strip. And the third part is nothing but a rectangle again. Third is nothing but a rectangle. So we have to find out area. We have to find out area of 3 parts. That is a triangle, a trapezoid, as well as rectangle. So area 1. So first area 1 is nothing but a triangle. Triangle area is half into base into height. Half into base into height. അപ്പോൾ അതായത് half into ഈ ബേസ് എന്ന് പറയുന്നത് 2 മൈക്രോ ആണ്. 2 മൈക്രോ സെക്കൻഡ്സ് അല്ല, അപ്പോൾ 2 മൈക്രോ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഇസ് 3 ആംപിയർ. സോ 3. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ഐ എഫ് ടി ടൈം ഗ്രാഫ് ഇസ് നത്തിങ് ബട്ട് ദി ചാർജ്. സോ ഹാഫ് ഇൻറ്റു ഇതെന്ന് പറയുന്നത് ദിസ് വിൽ വർക്ക് ഔട്ട് ടു ബി 3 മൈക്രോ കുളുംബ്. നൗ വാട്ട് ഇസ് ഏരിയ 2 സിമിലർലി? ഏരിയ 2 എന്താ? ഈ ട്രെപ്പിസോയിഡിൻ്റെ ഒരു ഫോർമുല പറഞ്ഞുതരാം ഏരിയ കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു H1 പ്ലസ് H2. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു H1 പ്ലസ് H2 എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് 2 to 3 എന്ന് പറയുന്നത് ഇൻറ്റു 1 മൈക്രോ ആണ്. ഇൻറ്റു H1 പ്ലസ് H2 എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ഈ H1 എന്ന് പറയുന്നത് ദിസ് ഹൈറ്റ് ഇസ് 3, ദിസ് ഹൈറ്റ് ഇസ് 2. സോ ദിസ് ഇസ് 3 plus 2. So this is half of 5, which is equal to 2.5 microcoulomb. Now what about area 3? Area 3 is nothing but just base into height. ഈ ബേസ് എത്രയാ? 2 microseconds. 2 micro into height എത്രയാ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2, which is equal to 4 microcoulomb. So therefore total charge എത്ര വരിക? Total charge is the sum of these charges, 3 microcoulomb plus 2.5 microcoulomb plus 4 microcoulomb, which is nothing 5.5, 10.5, 5.5 plus 4. 5.5 plus 4 is nothing but 9.5 microcoulomb എന്ന് വരും. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 9.5 microcoulomb എന്ന് വരും. ഇതേപോലെ തന്നെ സോ ദീസ് ആർ സം പോയിന്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻ്റഗ്രേഷൻ മോഡൽ. ഇവിടെ ഐ വിൽ ഗിവ് യു വൺ മോർ എക്സ്ട്രാ നോട്ടീസ്. ഇതേ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ക്യാൻ ഓൾസോ ബി റിപ്പീറ്റഡ് വിത്ത് റെസ്പെക്ട് ടു, ഒരു മിനിറ്റ്, ജസ്റ്റ് ലെറ്റ് മീ ആഡ് വൺ മോർ പേജ്. അപ്പോൾ ഇതേ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ക്യാൻ ബി റിപ്പീറ്റഡ് with respect to, നോക്ക്, ഇതേ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ്റഗ്രേഷൻ മോഡൽ ക്യാൻ ഓൾസോ ബി റിപ്പീറ്റഡ് വിത്ത് റെസ്പെക്ട് ടു 2 more questions. ദാറ്റ് ഇസ് ഈ കറണ്ട്, ഈ വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ വി സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/c ഇൻ്റഗ്രൽ ഓഫ് ഐ ഓഫ് ടി ഡി ടി. നമ്മൾ പഠിച്ചല്ലേ വി ഈസ് ഈക്വൽ ടു 1/c ഇൻ്റഗ്രൽ ഓഫ് ഐ ഡി ടി എന്ന് പഠിച്ചില്ലേ? അത് തന്നെ ഐ ഡി ടി, അല്ലെങ്കിൽ ദി കറണ്ട് ത്രൂ എൻ ഇൻഡക്ടർ ഐ എൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/L ഇൻ്റഗ്രൽ ഓഫ് വി ഡി ടി. ഇവിടെയും എനിവെയർ ഇൻ്റഗ്രേഷൻ ഇസ് പോസിബിൾ. ഹി ക്യാൻ ഗിവ് യു വേവ് ഫോംസ്. ഈ കറണ്ടിൻ്റെ വേവ് ഫോം തന്നിട്ട് വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ ചോദിക്കാം, അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വേവ് ഫോം തന്നിട്ട് കറണ്ട് ത്രൂ ആൻ ഇൻഡക്ടർ ചോദിക്കാം. ഓൾ ദീസ് ആർ ഇൻ്റഗ്രേഷൻ മോഡൽസ്. സോ ജസ്റ്റ് ലൈക്ക് ഇൻ്റഗ്രേഷൻ ഇവിടെ ചോദിച്ച പോലെ വേവ് ഫോം തന്നിട്ട് യു ക്യാൻ ഓൾവേസ് ബി ആസ്ക്ഡ് ദീസ് കൈൻഡ് ഓഫ് മോഡൽസ്. ഓക്കെ, സോ ദീസ് ആർ സം എക്സ്ട്രാ പോയിന്റ്സ് ദാറ്റ് ഐ ഹവ് ടോൾഡ് യു. This is how questions are framed. This is how they think and they frame questions. So when you do a question, you have to also think what are the other possible questions. ഇതേപോലെ തന്നെ now since I've told you, നമ്മൾ നേരത്തെ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ പഠിച്ചത്, അതിൻ്റെ തന്നെ സം റിസൾട്ട്സ് വിത്ത് റെസ്പെക്ട് ടു ദെയർ ഇൻ്റർ കണക്ഷൻസ് ഐ ഹാവ് ഇൻക്ലൂഡഡ് ഇറ്റ്സ് ഹിയർ. നോക്ക്, ഞാൻ കുറച്ച് ഇൻ്റർ കണക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് whenever you've connected in series, what are the equivalent resistances? നോക്ക്, ഈ 2 റെസിസ്റ്റൻസ് ഈക്വലൻ്റ് ആയിട്ട് സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ the total resistance is given by R equivalent is equal to R1 plus R2. കണ്ടോ, ഇവിടെ ഇൻഡക്ടർ കണക്ട് ചെയ്താൽ the equivalent inductance is given by L1 plus L2.
Capacitor, whenever you're connecting it in series, there's a difference. The equivalent capacitance is given by C1 C2 divided by C1 plus C2. ഇത് ഓർത്തിരിക്കുക കേട്ടോ. Capacitance സീരീസിലാവുമ്പോൾ the equivalent capacitance is given by C1 C2 divided by C1 plus C2. ഇതേപോലെ തന്നെ resistance പാരലലാവുമ്പോൾ what is the formula? Equivalent resistance is given by R1 R2 divided by R1 plus R2. Equivalent inductance എന്ന് പറയുന്നത് പാരലലാവുമ്പോൾ L1 L2 divided by L1 plus L2. Capacitance പാരലലാവുമ്പോൾ C1 plus C2. ഇവിടെ ദിസ് ഫോർമുല നോ ലെറ്റ്സ് ഒരു രണ്ടിൽ കൂടുതൽ പാരലൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് യൂസ് ദിസ് ഫോർമുല. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ദാറ്റ് ഈസ് 1/R equivalent is equal to ലെറ്റ്സ് ഒരു മൂന്നാലെണ്ണം ഉണ്ട്. 1/R equivalent is equal to 1/R1 plus 1/R2 അങ്ങനെ ലെറ്റ്സ് n റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 1/Rn വരെ എത്തും. ഓക്കെ, സോ ദീസ് ആർ സം ഫോർമുലാസ് ഫോർ equivalent RLC equivalent circuits in series as well as parallel equivalent resistance in a formula. Okay, so you have to remember this. Okay, so now let's move to another problem. Let's solve a problem here. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ട്രിക്ക് പോയിന്റ് ഇവിടെ പറഞ്ഞുതരാം. ഒരു ചെറിയ ട്രിക്ക് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ യു വാണ്ട് ടു ടേക്ക് ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ, I'll tell you a small trick here. The trick here is, listen to this. നമ്മൾ whenever you've actually let's say you want to solve two resistances, അതായത് let's say 5 parallel 20 എന്നുള്ളത് സോൾവ് ചെയ്യണം. സോ വൺ വേ is 5 into 20 divided by 5 plus 20 R1 R2 divided by R1 plus R2. ഇതാണ് പാരലൽ. അനദർ വേ is 5 parallel 20 എന്ന് പറയുമ്പോൾ കോമൺ ഫാക്ടർ ഇതെടുക്കുക, പുറത്തേക്ക് എടുക്കുക. സോ 5 into 1 parallel 4 എന്ന് വരും. ഈ 1 parallel n ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് n by n plus 1. 1 parallel n ആണെങ്കിൽ n by n plus 1. അപ്പോൾ 1 parallel 5 into ഈ 1 parallel 4 ആണെങ്കിൽ 4 by 5 എന്ന് വരും, which is equal to 4 ohm. This can be quite useful. For example, okay, 6 parallel, let's say I give you some 42, 6 parallel 42. So you take out 6 common, 1 parallel 7 എന്ന് വരും അല്ലേ. അപ്പോൾ this is let's say 6 into 7 by 8. ഇതാണ് effectively 6 parallel 7 by 8. Okay, let's say I'll give you 9 parallel 72. 9 parallel 72 എന്തായിരിക്കും? 9 into 1 parallel 8. 1 parallel 8 എന്ന് പറയുന്നത് is equivalent to 9 എന്തായാലും കോമൺ ആയിട്ടുള്ളതുണ്ട്. 9 into 1 parallel 8 ആണെങ്കിൽ 8 by 9. So this is equal to 8 ohm. ഇത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എഴുതാം. പലപ്പോഴും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, now let's try doing this. സോ ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു കേസിൽ നോക്ക്, ആദ്യം തന്നെ യു ഹാവ് ടു ടേക്ക് ദിസ് പെർട്ടിക്കുലർ പാർട്ട്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ലൂപ്പ് കണ്ടിന്യൂ ചെയ്ത് തരാം. അതായത് 5 parallel 20, അതിൻ്റെ ഇക്വലൻറ്റ് ഇസ് ഇൻ സീരീസ് വിത്ത് റെസ്പെക്ട് ടു 1. 5 parallel 20, അതിൻ്റെ ഇക്വലൻറ്റ് ഇസ് ഇൻ സീരീസ് വിത്ത് റെസ്പെക്ട് ടു 1. ആ എഫക്റ്റീവ് കോമ്പിനേഷൻ 20നോട് പാരലലാണ്. കണ്ടോ, ആ എഫക്റ്റീവ് കോമ്പിനേഷൻ 20ക്ക് പാരലലാണ്. ആ കോമ്പിനേഷൻ ഇസ് ഇൻ സീരീസ് വിത്ത് 2. ആ എഫക്റ്റീവ് കോമ്പിനേഷൻ ഇസ് ഇൻ പാരലൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് 9. ആ എഫക്റ്റീവ് കോമ്പിനേഷൻ ഇസ് ഇൻ പാരലൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് 18. കണ്ടോ, അതിൻ്റെ കോമ്പിനേഷൻ ഇസ് ഇൻ സീരീസ് വിത്ത് റെസ്പെക്ട് ടു 8. ദാറ്റ് ഇസ് വാട്ട് വിൽ ഗിവ് യു RAB. RAB ആണ് ചോദിച്ചിട്ടുള്ളത്, റെസിസ്റ്റൻസ് ബിറ്റ്വീൻ അക്രോസ് ദീസ് 2 points, RAB. ഈ ഒരു പാരലൽ, ഇത് സീരീസ്, ആ എഫക്റ്റീവ് കോമ്പിനേഷൻ പാരലൽ വിത്ത് 20, അത് സീരീസ് വിത്ത് 2, ആ എഫക്റ്റീവ് കോമ്പിനേഷൻ പാരലൽ വിത്ത് 9, എഫക്റ്റീവ് കോമ്പിനേഷൻ പാരലൽ വിത്ത് റെസ്പെക്ട് ടു 18 പ്ലസ് 8. സോ ലെറ്റ്സ് ട്രൈ ടു റൈറ്റ് ഡൗൺ ദിസ്. അപ്പോൾ ഇവിടെ ഈ 20 parallel 5 എന്നുള്ളത് I just told you that ആ ഒരു ട്രിക്ക് പോലെ പറഞ്ഞില്ലേ. 20 parallel 5 എന്നുള്ളത് 5 കോമൺ എടുത്തു കഴിഞ്ഞാൽ 4 parallel 1 എന്ന് വരും. 4 parallel 1 is nothing but 4 by 5, which is equivalent to 4 ohm. അപ്പോൾ സോ ഞാൻ എഴുതുകയാണെങ്കിൽ ഈ RAB എനിക്ക് എഴുതാം. ഇത് 4 പ്ലസ് 1 എന്ന് പറയുന്നത് 5 ആ വരിക അല്ലേ. ഇത് 4 പ്ലസ് 1 5, അത് ഇസ് ഇൻ പാരലൽ വിത്ത് റെസ്പെക്ട് ടു 20. അപ്പോൾ 4 പ്ലസ് 1 എന്ന് പറയുന്നത് 5 ആണ്. 4 പ്ലസ് 1 5 parallel 20, 5 parallel 20, അത് പ്ലസ് 2 ചെയ്യണം. പ്ലസ് 2 ചെയ്ത് ദാറ്റ് കോമ്പിനേഷൻ ഇസ് ഇൻ പാരലൽ വിത്ത് റെസ്പെക്ട് ടു 9. കണ്ടോ, ദാറ്റ് കോമ്പിനേഷൻ ഇസ് ഇൻ പാരലൽ വിത്ത് റെസ്പെക്ട് ടു 18. കണ്ടോ, ദെൻ ദാറ്റ് കോമ്പിനേഷൻ ഇസ് ഇൻ സീരീസ് വിത്ത് റെസ്പെക്ട് ടു 8. സോ ഈ ഒരു പ്രോബ്ലത്തിൽ എല്ലാ മോഡലും ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് 5 parallel 20 എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ചുള്ളൂ 4 ആണ്.
4 plus 2 6. 6 parallel 9. അതിൻ്റെ കൂടെ ഒരു പാരലൽ 18 വരും പ്ലസ് 8. നൗ 6 പാരലൽ 9 പാരലൽ 8 നമുക്ക് 9 പാരലൽ 18 ആദ്യം ചെയ്യാം. 9 പാരലൽ 18 ചെയ്യുമ്പോൾ അതേ റൂള് കേട്ടോ, നേരത്തെ പഠിച്ച അതേ റൂള്. 9 പാരലൽ 18 ചെയ്യുമ്പോൾ 9 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 പാരലൽ 2. 1 പാരലൽ 2 എന്ന് പറയുന്നത് 2/3. അപ്പോൾ എത്ര വരും? 18/3 എന്ന് പറയുന്നത് 6 ohms എന്ന് വരും. സോ ഈ 9 പാരലൽ 18 എന്നുള്ളത് 6 ആകുമ്പോൾ 6 പാരലൽ 6 വരും. 6 പാരലൽ 6 പ്ലസ് 8. ഇവിടെയും ചെറിയൊരു പോയിന്റ് പറഞ്ഞുതരാം. R പാരലൽ R ആണെങ്കിൽ എപ്പോഴും R/2 ആയിരിക്കും. R പാരലൽ R വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് R/3. ഇതൊരു ഇപ്പോഴും യൂസ് ചെയ്യാം. അപ്പോൾ 6 പാരലൽ 6 എന്ന് പറയുന്നത് 3 ആയിരിക്കും. 3 plus 8, ദിസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി 11 ohm. 11 ohm is the final answer. Okay, 11 ohm is the final answer to this particular question. Now, ഇതേപോലെ തന്നെ we'll discuss one more small topic. Equivalent resistance discuss ചെയ്തു. We'll discuss a concept of balanced Wheatstone bridge. ഈ ഒരു സർക്യൂട്ട് whatever I have drawn here, this is called as a Wheatstone bridge. ഈ ഒരു സർക്യൂട്ടിനെ what is called as, this is called as a Wheatstone bridge. Okay, now what is a balanced Wheatstone bridge? Whenever you have a condition, balanced Wheatstone bridge ന്റെ condition is, ഇതിൻ്റെ കണ്ടീഷൻ ഉണ്ട്. ഒരു ബ്രിഡ്ജ്, Wheatstone bridge ബാലൻസ്ഡ് ആവാൻ we say there is a condition. The condition is the product R1 into R4. ഇതുണ്ടോ, ഇത് ഇങ്ങനെ, ദിസ് ഇസ് എ സർക്യൂട്ട്, ഇങ്ങനെ സർക്യൂട്ട്. ഈ ഓപ്പോസിറ്റ് ടേംസിൻ്റെ പ്രോഡക്റ്റ് R1 into R4, ഇഫ് അറ്റ് ഓൾ ദിസ് ഹാപ്പൻസ് ടു ബി ഈക്വൽ ടു R2 into R3, വി സേ ദിസ് പെർട്ടിക്കുലർ ബ്രിഡ്ജ് ഇസ് ബാലൻസ്ഡ് എന്ന് പറയും. ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് പറയാനുള്ള കണ്ടീഷൻസ് R1 into R4 ഷുഡ് ബി ഈക്വൽ ടു R2 into R3. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഇസ്, ഇഫ് അറ്റ് ഓൾ യു മെയിൻറ്റെയിനിങ് ദിസ് കണ്ടീഷൻ, ഈ കറണ്ട് ത്രൂ ദിസ് പെർട്ടിക്കുലർ ബ്രാഞ്ച്, ഈ ഒരു ബ്രാഞ്ച്, ഈ ബ്രാഞ്ചിലെ കറണ്ട് 0 ആവും. സോ ദ റിസൾട്ട്സ് ഇസ്, കണ്ടീഷൻ ആദ്യം പഠിച്ചു, ദിസ് എ കണ്ടീഷൻ ഫോർ എ ബാലൻസ്ഡ് Wheatstone ബ്രിഡ്ജ്. ഇനി വിൽ സ്റ്റഡി സം റിസൾട്ട്സ്. ഇത് കാരണമുള്ള റിസൾട്ട്സ് ഇസ്, നമ്പർ 1 ഇസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് ആം വിൽ ബി ഈക്വൽ ടു 0. കറണ്ട് 0 എന്ന് പറയുമ്പോൾ വൺ മോർ പോയിന്റ് ഇസ്, ഈ വോൾട്ടേജസ് ഇല്ലേ, ഈ നോഡ് വോൾട്ടേജസ് കറണ്ട് 0 ആകുമ്പോൾ ഈ രണ്ട് നോഡ് വോൾട്ടേജസും ഈക്വൽ ആയിരിക്കും. അതാണ് സെക്കൻഡ് കണ്ടീഷൻ, ബാലൻസ്ഡ് Wheatstone ബ്രിഡ്ജ്. ഈ രണ്ട് നോഡ് വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് VA വിൽ ബിക്കം ഈക്വൽ ടു VB. സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് ഇസ് ഈ RAB. ഇഫ് ഐ ആസ്ക് യു വാട്ട് ഇസ് ദിസ് RAB, ദാറ്റ് ഇസ് റെസിസ്റ്റൻസ് അക്രോസ് ദീസ് ടു പോയിന്റ്സ് ഓർ അക്രോസ് ദീസ് ടു പോയിന്റ്സ്, RAB എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിന് പിന്നെ ഇമ്പോർട്ടൻസ് ഇല്ല. കറണ്ട് 0, ഈ ബ്രാഞ്ചിന് യു ഹാവ് ടു ഡിഫൈൻ ഇറ്റ് സച്ച് എ വേ ദാറ്റ് ഈ ബ്രാഞ്ചിന് ദർ ഇസ് നോ ഇമ്പോർട്ടൻസ് ഫോർ ദിസ്. ഇൻ എ ബാലൻസ്ഡ് Wheatstone bridge ഈ ബ്രാഞ്ചിന് ഇമ്പോർട്ടൻസ് ഇല്ല. സോ ഇഫ് അറ്റ് ഓൾ ദർ ഇസ് നോ ഇമ്പോർട്ടൻസ്, ഈ R1 R2 സീരീസിൽ വരും, R3 R4 സീരീസിൽ വരും. സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി R1 plus R2 പാരലൽ R3 plus R4. സോ RAB വിൽ ബിക്കം ഈക്വൽ ടു R1 plus R2 പാരലൽ R3 plus R4. This will be the effective resistance across this. അപ്പോൾ Wheatstone bridge, balanced Wheatstone bridge, two parts you have to learn. First is a condition, product of the opposite terms R1 R4 should be equal to R2 R3. Results is current flowing through this branch is 0. VA will become equal to VB. Effective resistance across these 2 points will be R1 plus R2 parallel R3 plus R4. So these are some points. Let's try to solve a problem from Wheatstone bridge. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതെങ്ങനെ Wheatstone bridge എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നറിയോ? നോക്ക്, ഇവിടെ നോക്ക്, ഈ വോൾട്ടേജ് സോഴ്സ് നിന്ന് പോകുകയാണെങ്കിൽ ഈ നോഡിൽ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കണ്ടോ, റെസിസ്റ്റൻസ് ഇതൊരു പാർട്ട്, ഇത് വേറൊരു പാർട്ട്, രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ രണ്ട് പാർട്സും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രാഞ്ച്, കണ്ടോ, ഈ രണ്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്യാനൊരു ബ്രാഞ്ച്. ദെൻ ദേ ഗോ ബാക്ക്, ഇത് കണ്ടോ, ഇങ്ങനെ പോയി ഈ രണ്ട് പാർട്സ് ഇങ്ങനെ വന്ന ഈ രണ്ട് പാർട്ട് അതിൻ്റെ ഇടയിൽ ഒരെണ്ണം, and then those two parts go back to another node. എന്നിട്ട് that node is connected back to the voltage source. അതായത് വോൾട്ടേജ് സോഴ്സ് വന്നു, രണ്ട് പാർട്ട് ആയിട്ട് സ്പ്ലിറ്റായി, അതിൻ്റെ ഇടയിലൊരു ബ്രാഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, this goes back to this node and it is connected back to the voltage source. This is what happens here. Okay, so is this a Wheatstone bridge? Yes, it is. It is not an evident Wheatstone bridge, but you will have to just visualize. എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം നോക്ക്, ഇവിടെ നിന്ന് വന്നു എക്സ്, ബിക്കോസ് യു ബീൻ ആസ്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് RXY. ലുക്ക് അറ്റ് ദിസ്, ഇങ്ങനെ വന്നു, രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, കണ്ടോ, ഇതൊരു പാർട്ട്,
കേട്ടോ. ഈ ഒരു പാർട്ട് ഇവിടം വരെയാണ് പോകുന്നത്. ദിസ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ്. ആൻഡ് അറ്റ് ദി എൻഡ് പോയിൻറ്റ്സ് കണ്ടോ, ഈ പാർട്ടിൻ്റെ എൻഡ് പോയിൻറ്റും ഈ പാർട്ടിൻ്റെ എൻഡ് പോയിൻറ്റിലും ഇടയിലൊരെണ്ണം, ഇടയിലൊരു ബ്രാഞ്ച് കണ്ടോ. ദിസ് ബ്രാഞ്ചസ് ബിറ്റ്വീൻ ദോസ് ടു പാർട്സ്. ആൻഡ് ആ പാർട്ടുകൾ തിരിച്ച് ഇറ്റ് ഗോസ് ബാക്ക്. ഇത് കണ്ടോ, ഇങ്ങനെ വന്നു. ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക്. ദോസ് ടു പാർട്സ് ആർ ഗോയിങ് ബാക്ക് ടു ദിസ് പെർട്ടിക്കുലർ നോട്ട്. കണ്ടോ, ഇവിടുന്ന് വന്ന ഈ ഒരു ബ്രാഞ്ചും ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക് ടു ദിസ് പെർട്ടിക്കുലർ നോട്ട്. നൗ ലുക്ക് അറ്റ് ദിസ്. യു ഹാവ് ടു, അപ്പോൾ ദിസ് റൈറ്റ്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിലൊരു ബ്രാഞ്ച്, ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക് ടു ദസ് ലാസ്റ്റ് നോട്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഹിയർ ഇസ് യു ഹാവ് ടു ചെക്ക് ഇഫ് അറ്റ് ഓൾ ഇറ്റ്സ് എ ബാലൻസ്ഡ് ബ്രിഡ്ജ്. ആ ബാലൻസ് ബ്രിഡ്ജിൽ ഓപ്പോസിറ്റ് ആംസ് പറഞ്ഞാൽ ഇതൊരു കമ്പൈൻഡ് ടുഗദർ ഇറ്റ്സ് എ സിംഗിൾ ബ്രാഞ്ച് ഓഫ് 30 ohm. 15 + 15 30. ഇതൊരു കമ്പൈൻഡ് ബ്രാഞ്ച് ഓഫ് 30. കണ്ടോ, ഇതൊരു കമ്പൈൻഡ് ബ്രാഞ്ച് ഓഫ് 30. ഇതൊരു കമ്പൈൻഡ് ബ്രാഞ്ച് ഓഫ് 30. ഇത് ഒരു ബ്രാഞ്ച്, ഇത് ഒരൊറ്റ ഇതാ 30, ഇത് 30. സോ യു ഹാവ് ടു ജസ്റ്റ് ടേക്ക് ഔട്ട് ദി പ്രോഡക്റ്റ്. ഇത് കണ്ടോ, 30 × 30. ഇത് 30 × 30 is equal to, this is the opposite, 30 × 30 is equal to this 30 × this 30. കണ്ടോ. സോ therefore balanced കണ്ടോ, ഇങ്ങനെ വന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, അതിൻ്റെ ഇടയിൽ ഒരെണ്ണം, പിന്നെ ഇറ്റ് ഗോസ് ബാക്ക് and these are the opposite. 30 × this 30 is equal to 30 × 30. So what is the effective resistance എന്ന് വെച്ച് കഴിഞ്ഞാൽ this branch is now redundant. ഇത് ബാലൻസ്ഡ് ആയതുകൊണ്ട് ഈ ബ്രാഞ്ചിന് ഇമ്പോർട്ടൻസ് ഇല്ല. യു ജസ്റ്റ് റിമൂവ് ദിസ്. വെൻ യു റിമൂവ് ദിസ്, ഇതെന്താ വരിക, ഇവിടെ 30 + 30. വാട്ട് ഇസ് ആർ എ ബി അല്ലെങ്കിൽ RXY? വാട്ട് ഇസ് എ ന്യൂ RXY? RXY വിൽ ബി ദിസ് 30 + 30, ദാറ്റ് ഇസ് 60. പാരലൽ ഇവിടെയും 30 + 30 60. ഞാൻ പറഞ്ഞ R പാരലൽ R/2 എന്ന് പറഞ്ഞാൽ 60 പാരലൽ 60 is 30 ohms. This is effective resistance. Okay, so these are some points with respect to the balanced Wheatstone bridge. Now next we will discuss another point that is with respect to ഒരു resistance conversions ആണ്, and that is called as star to delta and delta to star. Star to delta, delta to star. Okay, we'll try to understand this. Okay, so how is this? Okay, so when you actually connect resistances, ഇങ്ങനെ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ this is called as a star connection. ഇങ്ങനെ ഒരു connection is called as star connection. Let's say I'll call this as R1, R2, R3. This is called as a star connection. Now if at all I want to convert this to delta. What is delta? Delta എന്ന് പറയുന്നത് it's a triangle model. ഇതേ പോയിന്റ്സിൻ്റെ across if I connect something like this, if I connect something like this, kando, this is called as a delta, a triangle model, kando. So that I'll call this as, let's say, RA, RB and RC. So whatever is this inside is called as a star and outside is called as a delta. Okay, so inside star, outside delta, and you can always interconvertible on staril ninnum ullilulla staril ninnu deltayilottum povum, deltayil ninnu starilottum povum. So how to do that, we'll just discuss now. First we'll discuss how to move from, let's say, star to delta. സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലോട്ട് എങ്ങനെ പോകും എന്ന് ആദ്യം പഠിക്കാം. ഫസ്റ്റ് വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റാർ ടു ഡെൽറ്റ. ഒരു കാര്യം, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളതാണ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പുറത്താണ്. വൺ പോയിന്റ് യു റിമെമ്പർ, സ്റ്റാറിൽ നിന്നും നമ്മൾ ഡെൽറ്റയിലോട്ട് പോകുമ്പോൾ, ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ദ വാല്യൂ ഈസ് ഓൾവേസ് ഗോയിങ് ടു ഇൻക്രീസ്. ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ദ വാല്യൂ ഈസ് ഓൾവേസ് ഗോയിങ് ടു ഇൻക്രീസ്. ഫോർ എക്സാമ്പിൾ ഡെൽറ്റ ഇപ്പോൾ ആർ എ ഈസ് എ ഡെൽറ്റ റെസിസ്റ്റൻസ്. അപ്പോൾ ആർ എ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക? ആർ എ ഈ റെസിസ്റ്റൻസിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? ഇതിനെ കോൺട്രിബ്യൂട്ട്, അതായത് ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സ് നോക്കുക. ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സിനോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന R1 R2 ആണ്. സോ യു വിൽ റൈറ്റ് ആസ് R1 + R2 പ്ലസ് സം എടുക്കുക ആദ്യം, പിന്നെ പ്രോഡക്റ്റ് R1 R2 ഡിവൈഡഡ് ബൈ R3. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ആദ്യം സം R1 + R2, പിന്നെ പ്രോഡക്റ്റ് R1 R2 ഡിവൈഡഡ് ബൈ R3. ഫോർ എക്സാമ്പിൾ RB എന്തായിരിക്കും? RB എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? R1 ഉം R3. സോ R1 + R3 പ്ലസ് R1 R3
ഡിവൈഡഡ് ബൈ R2. RC എന്തായിരിക്കും? RC എന്തായിരിക്കും? അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? R2 R3. R2 പ്ലസ് R3 പ്ലസ് സം എടുത്ത് പ്രോഡക്റ്റ് R2 R3 ഡിവൈഡഡ് ബൈ R1. ഇതാണ് 3 റെസിസ്റ്റൻസസ്. സോ വെനവർ യു ഗോയിങ് ഫ്രം സ്റ്റാർ ടു ഡെൽറ്റ ദ വാല്യൂ ഇസ് ബൗണ്ട് ടു ഇൻക്രീസ്. അപ്പോൾ RC എന്ന് പറയുന്നത് R2 പ്ലസ് R3 പ്ലസ് R2 R3 ബൈ R1. ഓക്കെ, നൗ ലെറ്റ്സ് ട്രൈ ഫൈൻഡിങ് ഔട്ട് ഡെൽറ്റ ടു സ്റ്റാർ. ഇനി ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് സെക്കൻഡ് പാർട്ട് ഇസ്. സോ ഇതിൽ ഒരു വെരി ക്ലിയർ പോയിന്റ് ഇസ് ഡെൽറ്റയിൽ നിന്നും സ്റ്റാറിലോട്ട് വരുമ്പോൾ പുറത്തുനിന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ ദ വാല്യൂ ഇസ് ഗോയിങ് ടു റെഡ്യൂസ്. ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലോട്ട് വരുമ്പോൾ ദ വാല്യൂ ഇസ് ഗോയിങ് ടു റെഡ്യൂസ്. അപ്പോൾ ഹൗ ഇസ് ഇറ്റ് നോക്ക്. സോ ലുക്ക് അറ്റ് ദിസ്. ഡെൽറ്റയിൽ നിന്നും സ്റ്റാറിലോട്ട് വരുമ്പോൾ വാല്യൂ ഇസ് ഗോയിങ് ടു റെഡ്യൂസ്. അപ്പോൾ R1 എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്ക്, R1ൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതാ? ഈ രണ്ട് റെസിസ്റ്റൻസ് നോക്കുമ്പോൾ R1 നോക്കുമ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് RA RB ആണ്. വാല്യൂ റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് RA RB, ഇത് കണ്ടോ, അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് RA RB ഡിവൈഡഡ് ബൈ RA പ്ലസ് RB പ്ലസ് RC എന്ന് വരും. ഇതാണ് R1. ഇതേപോലെ തന്നെ ലെറ്റ്സ് R2 എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? RA RC. സോ ഇറ്റ് ഇസ് RA RC ഡിവൈഡഡ് ബൈ RA പ്ലസ് RB പ്ലസ് RC. ഇതേപോലെ തന്നെ R3 എന്ന് പറയുന്നത് എന്താ? R3 is going to be RB RC ആണ് അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ്. RB RC ഡിവൈഡഡ് ബൈ RA പ്ലസ് RB പ്ലസ് RC എന്ന് വരും. ഓക്കെ, ദീസ് ആർ ദ റൂൾസ്. സോ സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുക, ഡെൽറ്റയിൽ നിന്നും സ്റ്റാറിലോട്ട് വരുമ്പോൾ കുറയും. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ RC എഴുതുകയാണെങ്കിൽ ഈ ഒരു കേസ് സ്റ്റാർ ടു ഡെൽറ്റ RC എഴുതുകയാണെങ്കിൽ ഡെൽറ്റയാണ് പുറത്തുള്ളതിനെ എഴുതുന്നുണ്ട്. അപ്പോൾ വാല്യൂ കൂട്ടണം. R2 പ്ലസ് R3 പ്ലസ് R2 R3 കോൺട്രിബ്യൂട്ടേഴ്സ് ബൈ R1, അങ്ങനത്തെ അതേ മോഡൽ. ഡെൽറ്റയിൽ നിന്നും സ്റ്റാറിലോട്ടാണെങ്കിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള എഴുതുക. R1 വേണ്ടി എഴുതുന്നതെങ്കിൽ ഉള്ളിലുള്ള എഴുതുമ്പോൾ എപ്പോഴും വാല്യൂ കുറയും. അപ്പോൾ RA RB ഡിവൈഡഡ് ബൈ RA പ്ലസ് RB പ്ലസ് RC. ഒരു ചെറിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ലുക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ ഈ എല്ലാ റെസിസ്റ്റൻസും ഈക്വൽ ആക്കി. അപ്പോൾ സ്റ്റാറിൽ നിന്നും ഡെൽറ്റയിലോട്ട് പോകുമ്പോൾ കൂടുതലല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 3 ആറായിരുന്നെങ്കിൽ ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ പുറത്തോട്ട് പോകുമ്പോൾ വാല്യൂ കൂടണം. അപ്പോൾ 3 ടൈംസ് ആവും. അപ്പോൾ അതായത് RA എന്നൊക്കെ എഴുതുകയാണെങ്കിൽ RA ഈക്വൽ ടു RB ഈക്വൽ ടു RC ഈക്വൽ ടു 3R എന്ന് വരും. കണ്ടോ, എന്താ? ഈക്വൽ ആയിരുന്നെങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലല്ലേ. ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് പുറത്തുള്ള എഴുതുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലല്ലേ വേണ്ടത് ഡെൽറ്റ എഴുതുമ്പോൾ. സോ ഇറ്റ് വിൽ ബിക്കം 3R. ഇവിടെ ആകുമ്പോഴോ ഈക്വൽ റെസിസ്റ്റൻസ് ആകുമ്പോഴോ ഇവിടെ കുറയണം. ഈ ഒരു കേസിൽ കുറയണം. ഞാൻ ഇവിടെ ആരോ ഇട്ടിട്ടുണ്ടല്ലോ. ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ കുറയണം. അതായത് ഇപ്പോൾ ഉള്ളിലുള്ളത് എഴുതുകയാണെങ്കിൽ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3, പുറത്തുള്ളതെല്ലാം R ആയിരുന്നുവെങ്കിൽ ഉള്ളിലുള്ള എഴുതുമ്പോൾ കുറയും. ദാറ്റ് വിൽ ബിക്കം ഈക്വൽ ടു R/3. ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈക്വൽ റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. ജസ്റ്റ് റിമെമ്പർ ദിസ് പോയിന്റ്. ഇതിൽ ചെറിയൊരു നോട്ട് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കപ്പാസിറ്ററിന് എഴുതിയപ്പോൾ ജസ്റ്റ് ഫോർമുലാസ് റിവേഴ്സായി. അപ്പോൾ കപ്പാസിറ്റൻസിന് ഇക്വലൻ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല റിവേഴ്സ് ആയതുപോലെ തന്നെ ഡെൽറ്റ ടു സ്റ്റാറും സ്റ്റാർ ടു ഡെൽറ്റയും ഫോർമുലാസ് റിവേഴ്സ് ആവും. കപ്പാസിറ്റൻസിന് എന്ത് ഫോർമുല നമ്മൾ ഇതിന് പഠിച്ചോ അത് നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. റെസിസ്റ്റൻസിനെ നിങ്ങൾ പഠിച്ചിരിക്കുക. കപ്പാസിറ്റൻസ് എഴുതുമ്പോൾ റിവേഴ്സ് ആയിരിക്കണം. ബിക്കോസ് ഇക്വലൻ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല റിവേഴ്സ് ആയതുകൊണ്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്യുക. അതായത് ഇവിടുന്ന് സ്റ്റാർ ടു ഡെൽറ്റ ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസിന്, കപ്പാസിറ്റൻസിനാകുമ്പോൾ കുറയും. ഡെൽറ്റ ടു സ്റ്റാർ റെസിസ്റ്റൻസിന് കുറയുകയാണെങ്കിൽ കപ്പാസിറ്റൻസിന് കൂടും. അപ്പോൾ അത് ഫോർമുല തിരിച്ചെഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് ഡു എ പ്രോബ്ലം. ഇത് നോക്ക്, ഡെൽറ്റ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഇത് ഡെൽറ്റ നെറ്റ്വർക്കാണ്. അതിൻ്റെ സ്റ്റാർ ഇക്വലൻ്റ് ആണ് ചോദിക്കുന്നത്. വാട്ട് ഇസ് R1 R2 R3 ചോദിക്കുന്നുണ്ട്. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതാണ്. സോ വെൻ യു വോണ്ട് ടു യു ഹാവ് എ ഡൗട്ട്, ഇവിടെ നിന്ന് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വരച്ച് നോക്കുക. ഇത് R1, ഇത് R2, ഇത് R3. ഓക്കെ, ഈ R1 എന്ന് പറയുന്നത് എന്തായിരിക്കും? R1 എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്. ഉള്ളിൽ എപ്പോഴും വാല്യൂ കുറയണം. സോ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതൊക്കെയായി? 5ഉം 30ഉം. സോ 5 × 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ സം എടുക്കുക.
അതായത് 5 പ്ലസ് 30 പ്ലസ് 15 എന്ന് വരും അല്ലേ. സോ ദിസ് വിൽ ബി ലൈക്ക് 150 ഡിവൈഡഡ് ബൈ എത്ര വരിക 50 എത്ര 35 45 50 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 3 ഓം എന്ന് വരും അല്ലേ. നൗ R2 എഴുതുമ്പോഴോ R2 എഴുതുമ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ് ഇത് രണ്ടും. അപ്പോൾ സോ 5 ഇൻറ്റു R2 ഉള്ളിലുള്ള എഴുതുമ്പോൾ എപ്പോഴും കുറയും. R2 എന്ന് പറയുന്നത് 5 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 30 പ്ലസ് 15 അത് സെയിമാണ് വരിക 50 എന്ന് വരും. സോ ദിസ് വിൽ ബി സം 75 ബൈ 50 3/2 എന്ന് വരും അല്ലേ. 3/2 എന്ന് പറയും 1.5 ഓംസ് വരും. ഇതേപോലെ തന്നെ R3 എന്തായിരിക്കും R3 എന്ന് പറയുന്ന കോൺട്രിബ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ് 30 ഇൻറ്റു 15 30 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. ഇറ്റ് വിൽ ബി സം 450 ഡിവൈഡഡ് ബൈ 50 വിച്ച് ഇസ് ഈക്വൽ ടു 9 ohms എന്ന് വരും 9 ohms എന്ന് വരും. So we'll get some these are the values 3 1.5 as well as 9 ohms. Okay, these are the values. Okay, ഈ ഒരു പ്രോബ്ലം കൂടെ നോക്ക്. For the Vive network the value of R1 ഇത് കണ്ടോ ഇത് സ്റ്റാർ ആണ് പുറത്തുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഡെൽറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. സോ R1 എന്തായിരിക്കും ഡെൽറ്റയാണ്. ഡെൽറ്റ ആകുമ്പോൾ R1 എന്തായിരിക്കും വാല്യൂ കൂടണം. സോ വാട്ട് ഇസ് R1 അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ഏതൊക്കെ 5ഉം 3 ആണ്. സോ 5 പ്ലസ് 3 പ്ലസ് 5 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 7.5 എന്ന് വരും. 7.5 ഓപ്പോസിറ്റ് വരും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കണ്ടോ. അപ്പോൾ എത്ര വരിക 8 പ്ലസ് 15 by 7.5 15 by 7.5 എന്ന് പറഞ്ഞാൽ 2 ആണ്. 8 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 10 ohm എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ.